Hi dears, welcome back. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തന്തൂരി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓവൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് തന്തൂരി ചിക്കൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കടയിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റും ഹെൽത്തിയുമാണ്. ഇത് ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കടയിൽ പോയി കഴിക്കില്ല. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കടയിൽ നിന്നൊക്കെ നമ്മൾ തന്തൂരി ചിക്കൻ വാങ്ങുമ്പോൾ വലിയ പീസായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ പീസ് എടുത്തതേ ഉള്ളൂ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ പീസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കാം, എന്നാലേ മസാലയൊക്കെ അകത്തോട്ട് പിടിച്ചു വരുള്ളൂ. ചെറുതാണെങ്കിൽ വരഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ പീസിലും ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു ചെറിയ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളിലും ആകുന്ന വിധം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് ഇപ്പോഴേ ചേർത്ത് കൊടുക്കുക കേട്ടോ. നേരത്തെ പോലെ തന്നെ എല്ലാ കഷ്ണങ്ങളിലും ആകുന്ന വിധത്തിൽ തേച്ച് പിടിപ്പിക്കുക. ഇനി ഇതൊരു 30 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റിക്കളയാം കേട്ടോ. ഇനി നമുക്ക് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാനുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നല്ല കട്ട തൈരാണ്. അപ്പോൾ നമ്മൾ ഏത് തൈര് എടുത്താലും അതിൽ കുറച്ചെങ്കിലും വെള്ളം കാണും. അപ്പോൾ വെള്ളം മാർന്നു പോകാൻ വേണ്ടിയിട്ട് തൈര് അരിപ്പയിലോട്ട് ഇട്ട് വയ്ക്കുക. കുറച്ച് നേരം അങ്ങനെ മാറ്റി വയ്ക്കുമ്പോഴേക്ക് അതിലുള്ള വെള്ളമൊക്കെ ഇതുപോലെ ഊറി വരും. അതങ്ങ് കളഞ്ഞാൽ മതി. ഞാനിവിടെ 8 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത്. അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ചേർത്താൽ നല്ല കളറും കാണും, എരിവും കുറവായിരിക്കും. സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അളവ് കുറച്ച് ചേർക്കുക. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. നമ്മൾ കടയിൽ നിന്നൊക്കെ തന്തൂരി ചിക്കൻ വാങ്ങുമ്പോൾ അവർ റെഡ് ഫുഡ് കളർ ചേർക്കും. അതുകൊണ്ടാണ് ചുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാനിപ്പോൾ ചേർക്കണില്ല. ഗസ്റ്റൊക്കെ ഉള്ളപ്പോൾ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. 1-2 തുള്ളി ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. ഉലുവയെല്ലാം ഉണക്കിയതാണ്. 2 ടീസ്പൂൺ എണ്ണ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. ഒരു ചെറിയ നാരങ്ങയുടെ നീര്. 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിയതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 2 ടീസ്പൂൺ മല്ലിപ്പൊടി. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. 1 ടീസ്പൂൺ ചാറ്റ് മസാലപ്പൊടി. ഇതുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ തന്തൂരി മസാലപ്പൊടി ചേർത്താലും മതി. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇതില്ലാന്ന് പറഞ്ഞ് തന്തൂരി ചിക്കൻ ഉണ്ടാക്കാതൊന്നും ഇരിക്കേണ്ട, കുറച്ച് ടേസ്റ്റ് വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം. നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനൊക്കെ ഉപ്പുണ്ട്. അതുകൊണ്ട് ആദ്യമേ ഉപ്പ് ചേർക്കരുത്. ചിക്കൻ ആവശ്യമുള്ള ഉപ്പൊക്കെ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയിൽ ഉപ്പ് കൂടിപ്പോയാൽ ലാസ്റ്റ് തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് നല്ല ഉപ്പായിരിക്കും. ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. ഓരോ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ എല്ലാ ചിക്കനിലും മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാം. 3 മണിക്കൂർ മസാലയൊക്കെ പിടിച്ചു വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഫ്രീസറിലല്ല വയ്ക്കേണ്ടത്, താഴെ വെച്ചാൽ മതി. 3 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വയ്ക്കണം കേട്ടോ. കൂടുതൽ സമയം വയ്ക്കും തോറും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടും മസാലയൊക്കെ അകത്ത് നന്നായിട്ട് പിടിച്ചു വരും. ഒട്ടും സമയമില്ലാത്തവർ 1 മണിക്കൂറെങ്കിലും വയ്ക്കണം കേട്ടോ. എന്നാലേ മസാലയൊക്കെ പിടിച്ചു വരുള്ളൂ, എന്നാലേ ടേസ്റ്റും കാണുള്ളൂ. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാൻ ചൂടാക്കിയെടുക്കുക. ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അധികം എണ്ണയൊന്നും വേണ്ട, ഇത്രയും ഒഴിച്ചാൽ മതി. തീ ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. എണ്ണ നല്ല ചൂടായിട്ട് വരുമ്പോഴേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്, കുറച്ചിട്ടില്ല. ചിക്കൻ ഇട്ടതിന് ശേഷം 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. തീ കുറയ്ക്കരുത്, ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ സൈഡും വേവിച്ചെടുക്കണം.
1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിലോട്ടാക്കി വയ്ക്കുക. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ചിക്കൻ നല്ല ബ്രൗൺ നിറം ആകുന്നവരെ വേവിച്ചെടുക്കുക. തീ ഇനി കൂട്ടിയിടരുത്, എന്നാൽ ചിക്കൻ കരിഞ്ഞു പോവും, അകമൊന്നും വെന്തും കിട്ടില്ല. ചിക്കൻ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഏകദേശം 15-20 മിനിറ്റൊക്കെ എടുക്കും ചിക്കൻ നല്ല ബ്രൗൺ നിറമായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് അകമൊക്കെ നന്നായിട്ട് വെന്ത് വരികയും ചെയ്യും. അപ്പോൾ ഇതാ ചിക്കൻ നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഈ എണ്ണയിൽ തന്നെ വേണമെങ്കിൽ അടുത്ത ചിക്കനും വറുത്തെടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ കരിഞ്ഞ് കിടക്കുന്നതെല്ലാം കോരി മാറ്റിയതിന് ശേഷം മാത്രമേ അടുത്ത കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവൂ. അല്ലെങ്കിൽ ഈ എണ്ണ മൊത്തം കളഞ്ഞതിന് ശേഷം പുതിയ എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുത്താലും മതി. നേരത്തെ കോരി മാറ്റിയ ചിക്കനാണ്. ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടർ തേക്കുമ്പോൾ ചിക്കൻ്റെ പുറമേയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും. 2 സൈഡും ബട്ടർ തേച്ച് കൊടുക്കണം. ചിക്കൻ നല്ല ചൂടുള്ളതുകൊണ്ടാണ് ബട്ടർ തേക്കുമ്പോൾ തന്നെ അലിഞ്ഞു വരുന്നത്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ചിക്കൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. തന്തൂരി ചിക്കൻ ഒരു പുകയുടെ ടേസ്റ്റും സ്മെല്ലും ഒക്കെ ഉണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ട് വറുത്തെടുത്ത ചിക്കൻ എല്ലാം കൂടി ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്കോട്ട് ഞാൻ വേറൊരു പാത്രവും വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു ചാർക്കോൾ കത്തിച്ച് വയ്ക്കാം. ഇതെല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, ഇതിന് പകരം നമുക്ക് ചിരട്ട കത്തിച്ചിട്ട് എടുത്താലും മതി, അല്ലെങ്കിൽ മടൽ കത്തിച്ചിട്ട് എന്തെങ്കിലും ഒരു കനൽ വെച്ചാലും മതി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് എണ്ണ, ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ചാർക്കോൾ നല്ലവണ്ണം കത്തിച്ചതിന് ശേഷം വേണം പാത്രത്തിൽ വെച്ച് കൊടുക്കാൻ, എന്നാലേ നന്നായിട്ട് പുക വരുള്ളൂ. ഇനി ഇത് അടച്ചു വയ്ക്കുക. അടപ്പിൽ എന്തെങ്കിലും ഹോൾ ഉണ്ടെങ്കിൽ ഒരു അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് അത് കവർ ചെയ്യുക. നന്നായിട്ട് പുക വരുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പുകയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് എടുത്തു മാറ്റാം. അപ്പം നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുബൂസോ ചപ്പാത്തിയോ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഇതിൻ്റെ കൂടെ നാരങ്ങ സവാളയൊക്കെ വിളമ്പാം. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.